കേന്ദ്ര സർക്കാർ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം അടിച്ചേൽപ്പിക്കാൻ ഉറച്ച് മുന്നോട്ടു പോവുകയാണ്. മുൻ രാഷ്ട്രപതിയും ബി.ജെ.പി. നേതാവുമായ രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിന് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിക്കഴിഞ്ഞു. ഇന്ത്യയിലെ ഫെഡറൽ ജനാധിപത്യ സംവിധാനങ്ങളെ നിർവീര്യമാക്കി കേന്ദ്ര സർക്കാരിന് സർവാധികാരം നൽകാനുള്ള ഒളിപ്പിച്ചുവെച്ച അജണ്ടയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലപാടിന് പിന്നിൽ. രാജ്യത്ത് 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് നീക്കം. ആദ്യഘട്ടത്തിൽ ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുമിച്ചും 100 ദിവസത്തിനു ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പും നടത്തണമെന്നാണ് കോവിന്ദ് സമിതി നിർദ്ദേശം. എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും വേണ്ടി പൊതു വോട്ടർ പട്ടിക തയ്യാറാക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. ശൈത്യകാല സമ്മേളനത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഭരണഘടനാ ഭേദഗതിയും വേണ്ടിവരുമത്രേ. അതിനുള്ള ഭൂരിപക്ഷം ബി.ജെ.പിക്ക് എവിടെയുണ്ട്? അതുകൊണ്ട് 56 ഇഞ്ചിന്റെ വാചകമടി മാത്രമാണ്. പക്ഷേ ആ നിലപാട് എതിർത്ത് പരാജയപ്പെടുത്തേണ്ടതാണ്. 2029 മുതൽ നടപ്പാക്കാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ 17 സംസ്ഥാനങ്ങളിലെ സർക്കാരുകളുടെ കാലാവധി 3 വർഷമോ അതിൽ താഴെയോ ആയി വെട്ടിച്ചുരുക്കേണ്ടി വരും. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഗൂഢശ്രമമാണ് സംഘപരിവാർ നടത്തുന്നത്. രാജ്യത്തെ പാർലമെന്ററി ജനാധിപത്യ വൈവിധ്യ സ്വഭാവത്തെ തച്ചു തകർക്കാനാണ് ഒറ്റ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ സാഹചര്യങ്ങളും പശ്ചാത്തലവുമാണ്. അത് പരിഗണിക്കാതെയും സംസ്ഥാനങ്ങൾ ഉരുത്തിരിയുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ കണക്കിലെടുക്കാതെയും യാന്ത്രികമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതും അതല്ലെങ്കിൽ ജനവിധി അട്ടിമറിച്ച് കേന്ദ്രഭരണം അടിച്ചേൽപ്പിക്കുന്നതും ജനാധിപത്യത്തെ തകർക്കും. ഇന്ത്യയിലെ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയെയും ഇന്ത്യ എന്ന ആശയത്തെയും അട്ടിമറിക്കാനുള്ള സംഘപരിവാർ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതികരണം ആവശ്യമുണ്ട്. തങ്ങൾക്ക് ഹിതകരമല്ലാത്ത സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തി കുറുക്കുവഴിയിലൂടെ സംസ്ഥാന ഭരണം കൈയാളാനുള്ള നീക്കമാണിത്. ഇന്ത്യൻ പാർലമെന്ററി സംവിധാനത്തെ നെടുംതൂണുകളിലൊന്നായ രാജ്യസഭയുടെ പ്രസക്തിയെ തന്നെ സംഘപരിവാർ ഇതിലൂടെ ചോദ്യം ചെയ്യുകയാണ്. വ്യത്യസ്ത ഘട്ടങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ കക്ഷിനിലകളാണ് രാജ്യസഭയിലെ പ്രാതിനിധ്യത്തെ നിരന്തരം പുതുക്കുന്നത്. ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടക്കുന്നത് വഴി രാജ്യസഭയുടെ രാഷ്ട്രീയ വൈവിധ്യ സ്വഭാവം ഇല്ലാതായി മാറും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് നടപ്പാക്കുകയാണെങ്കിൽ സർക്കാർ പാഴ്ചെലവ് ഒഴിവാക്കപ്പെടുന്നു എന്നതാണ് വലിയ നേട്ടമായി കേന്ദ്രമന്ത്രിമാർ തന്നെ വിശദീകരിക്കുന്നത്. സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ചെലവ് സംസ്ഥാന സർക്കാരുകളാണ് വഹിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചെലവായ 8,966 കോടി രൂപയിൽ 5,430 കോടി രൂപ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കാണ് ചെലവായത്. എന്നുവെച്ചാൽ തെരഞ്ഞെടുപ്പിന്റെ മൊത്തം ചെലവിന്റെ 60% വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് വേണ്ടിയാണ്. ഇതേ യന്ത്രങ്ങളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഉപയോഗിക്കുന്നത്. വോട്ടിംഗ് യന്ത്രത്തിന്റെ ആയുസ് 15 വർഷമാണ്. 2019 വാങ്ങിയവ 2024 വരെ തെരഞ്ഞെടുപ്പിലും ഉപയോഗിക്കാം. എന്നാൽ ലോക്സഭാ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുകയാണെങ്കിലോ ഇത്ര തന്നെ വോട്ടിംഗ് യന്ത്രങ്ങൾ പുതിയതായി വാങ്ങേണ്ടി വരും. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേക വോട്ടിംഗ് യന്ത്രങ്ങൾ വേണ്ടിവരും. 5,000 മുതൽ 6,000 കോടി രൂപയെങ്കിലും ഈ ഇനത്തിൽ അധിക ചെലവ് ഉണ്ടാവും. ലോക്സഭാ, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തിയാൽ വോട്ടിംഗ് യന്ത്രത്തിന്റെ കാര്യത്തിലെങ്കിലും ചെലവ് ഇരട്ടിയാവുകയാണ് ചെയ്യുക. കൂടുതൽ പോളിംഗ് ബൂത്തുകൾ വേണ്ടിവരും. കാരണം 2 സഭകളിലേക്കും വോട്ടിംഗ് വേണ്ടിവരുമ്പോൾ പോളിംഗ് സ്വാഭാവികമായും പതുക്കെയാവും. അപ്പോൾ പകൽ കൊണ്ട് വോട്ടിംഗ് പൂർത്തീകരിക്കാനായില്ലെങ്കിൽ പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം കൂടിയേ തീരൂ. ആനുപാതികമായി കൂടുതൽ ഉദ്യോഗസ്ഥരും വേണ്ടിവരും. ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തുന്നതിന്റെ ഫലമായി തെരഞ്ഞെടുപ്പ് ചെലവ് ചുരുക്കാനെന്ന വാദം ശുദ്ധ ബോഷ്കാണ്. തെരഞ്ഞെടുപ്പിന് വേണ്ടിവരുന്ന ചെലവ് ഒരു ധൂർത്താണെന്ന് ഒരു ജനാധിപത്യ രാജ്യം എങ്ങനെയാണ് പറയുക? പാർലമെന്ററി ജനാധിപത്യത്തിന് അനിവാര്യമായ വിലയാണിത്. തെരഞ്ഞെടുപ്പ് വേണ്ടെന്ന് വെച്ചാൽ മുഴുവൻ ചെലവും ലാഭിക്കാമല്ലോ. ആരെങ്കിലും അത്തരമൊരു വാദം മുന്നോട്ട് വയ്ക്കുമോ? തെരഞ്ഞെടുപ്പ് ചെലവും സർക്കാരിന്റെ മൊത്തം ചെലവിന്റെ ആനുപാതമായി കണക്കാക്കിയാൽ ഭയപ്പെടുന്ന പോലെ വർധനവ് ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ 5 വർഷത്തെ സർക്കാരിന്റെ ചെലവിൽ എത്ര ശതമാനം തെരഞ്ഞെടുപ്പ് ചെലവ് വന്നു എന്നാണ് കണക്ക് കൂട്ടേണ്ടത്. അങ്ങനെ കൂട്ടുമ്പോൾ അത് കേവലം 0.07% മാത്രമാണ്. തൊടുന്യായങ്ങൾ പറഞ്ഞ് രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ സമ്പൂർണ്ണമായി അട്ടിമറിച്ച് പടിപടിയായി ഏകാധിപത്യത്തിലേക്ക് പോകാനാണ് ബി.ജെ.പിയുടെ ശ്രമം.